അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നതാ ഡോക്ടറോട് നാഫി ഉസ്താദിൻ്റെ ഉമ്മ ചോദിക്കുന്നു, ഡോക്ടർ, എന്താ അസുഖമാണ് എൻ്റെ ഹസ്ബൻഡിനുള്ളത്? നിങ്ങളെന്താണ് കറക്റ്റായിട്ട് അതിനൊരു ആൻസർ തരാത്തത്? എത്ര ദിവസമായി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ? ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുവാൻ വേണ്ടി നിൽക്കുമ്പോഴും നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടി ഇവിടെ നിൽക്കാനാണല്ലോ. എന്തായാലും ട്രീറ്റ്മെൻറ്റ് ഇവിടേക്ക് എത്തി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് വേറെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മുതൽ ഒന്നുകൂടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നൊക്കെയാണല്ലോ. എന്തപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുക? ഞങ്ങൾ കൊണ്ടുപോകട്ടെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്? ഡോക്ടർ പറഞ്ഞു, മാഡം, എല്ലാം ശരിയാകും, കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എത്രയൊക്കെ തന്നെയായാലും ഇവിടെ എത്ര വെയിറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ചെയ്യാതെ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീണ്ടും ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ പേഷ്യൻറ്റിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ഫാമിലി പിടിച്ചു നിൽക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ട്? അല്ലാതെ നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ മതിയോ? പേഷ്യൻറ്റിൻ്റെ സ്ഥിതി കണ്ടില്ലേ, പറ്റിയങ്ങ് തളർന്നു പോയ പോലെയാണ്. ശരിക്ക് ഒന്ന് നടക്കാനോ ഒന്ന് എണീക്കാനോ ഒന്നിരിക്കാനോ ഒന്നും കഴിയുന്നില്ല, ഒരു പരസഹായമില്ലാതെ. എന്താ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആവാം. പക്ഷേ എപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, പേഷ്യൻറ്റിന് അതിന് മാത്രം ഉള്ള അസുഖമൊന്നുമില്ല, അതൊക്കെ റെഡിയായി വരും. ചില സമയത്ത് ചില ഞരമ്പുകൾക്കുണ്ടാകുന്ന ഓരോ ആഘാതമാണ്, അല്ലാതെ കൂടുതലായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകൂടെ ക്ഷമിക്കണം. ട്രീറ്റ്മെൻറ്റിലൂടെ അത് കംപ്ലീറ്റ്ലി ചെയ്ത് റെഡിയാക്കുവാനും പേഷ്യൻറ്റിന് സ്വയം എണീക്കുവാനും നടക്കുവാനും ഒക്കെയുള്ള ശക്തി കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് മതിയാവൂ. ഡോക്ടറുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് പിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ മനാഫ് ഉമ്മയുടെ അടുത്തേക്ക് വരുന്നു. ആ ഉമ്മ, എങ്ങനെയുണ്ട് ഉപ്പയുടെ വിവരങ്ങൾ? അത് ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, കുറച്ചുകൂടെ ഇവിടെ നിൽക്കണം, അപ്പോഴൊക്കെ ശരിയാക്കി എടുക്കാമെന്നൊക്കെ. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടണ്ട കേട്ടോ. നിങ്ങളിവിടെ എത്ര നിന്നാലും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ബില്ലിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ യാതൊരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. എൻ്റെ കൂടി ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് പ്രത്യേകമായി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സിസ്റ്റേഴ്സിനെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതിൽ വിഷമിക്കണ്ട. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നോക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു പാളിച്ചയും നിങ്ങൾക്ക് തരുന്ന ചികിത്സയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകമായി ഞാൻ അവരേക്ക് ഏർപ്പാട് ചെയ്തതാണ്. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് മറ്റേ സിസ്റ്ററെയാണ് ഓർമ്മ വന്നത്. ഹോ, ഇങ്ങനെയൊക്കെ സിസ്റ്റർ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ നാഫിമോനെ ശരിക്കും വിടാൻ സമ്മതിക്കാത്ത സിസ്റ്റർ. പിന്നെ ഉമ്മ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. നമ്മളുണ്ടല്ലോ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും കറക്റ്റ് സപ്പോർട്ടായിട്ട്. ഉപ്പയുടെ അസുഖം മാറട്ടെ, അതുവരെ നിങ്ങൾ ഇവിടെ തുടരുക. നിങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കാം, അതിലും നിങ്ങൾ വിഷമിക്കണ്ട. ഇത് വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അത്രയ്ക്കും ക്യാഷ് വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് പരിമിതമായ ചെറിയ രീതിയിലേ ബില്ലുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട. എന്നാൽ ശരി, എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ. മനാഫിൻ്റെ ആ സൗഹൃദപരമായിട്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ ശരിക്കും വീണ്ടും ഞെട്ടുകയാണ്. അതെ, പിന്നെ ഉമ്മ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ മകന്, എൻ്റെ മകന് നിങ്ങൾക്കറിയാവോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. അതന്നെ ആയിരിക്കും. മകനൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് ബുദ്ധിമുട്ടായി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? പിന്നെ എന്തിനാണ്? പിന്നെ ഹോസ്പിറ്റലിലാണ്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ICUവിലായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ പോകാം. തൽക്കാലം ഇവിടെ ഞാൻ സിസ്റ്റേഴ്സ് നിർത്തും. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. കാരണം ഒരു ഫാമിലി മുഴുവനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടിനല്ലേ. നിങ്ങളുടെ മോന് വർക്കിന് പോകണമെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്താണ് വർക്ക് എന്ന് പറഞ്ഞത്? അദ്ദേഹം ഇവിടെ പള്ളിയിലും പിന്നെ ഉംറ സർവീസ് ഉണ്ട്,
എൻ്റെ മോനക്ക് ഉംറ ഉണ്ടായിരുന്നേ. അപ്പോൾ ഉപ്പാക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ മോനെ ഇവിടെ നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ അത് നഷ്ടപ്പെടും. എന്തിന്? അവർ പോയിക്കോട്ടെ, ഉംറക്ക് പോയിക്കോട്ടെ. എന്തിനാണ് ജോലിയൊന്നും നഷ്ടപ്പെടുത്തി ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ എങ്ങനെ രീതിയിൽ നോക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സെറ്റപ്പാക്കി തരും. അതുമാത്രമല്ല, നിങ്ങളുടെ മകനെ വർക്കിന് പോകണമെങ്കിൽ പോയിക്കോട്ടെ. വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ എങ്ങനെ ഹോസ്പിറ്റലിൽ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, മകൻ പോയിക്കോട്ടെ, ഒരു വിഷയമില്ല. ഞാൻ ഉണ്ടാകുമ്പോൾ എന്തിനു ഭയക്കണം? നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെന്ന് വെച്ചാൽ ഇതാ ഒരു മോനെ എനിക്കുള്ളൂ. ഒരു മോനുണ്ട്, മരുമകളുണ്ട്, പിന്നെ ഇതാ ഉപ്പയും ഞാനും തന്നെ. വേറെ ആരുമില്ല. ഞങ്ങൾ 4 പേരും തന്നെ. അപ്പോൾ എല്ലാവരും ഇവിടെയാണല്ലേ? അതന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിച്ചാലിതാ അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ തയ്യാറാക്കി തരാം. പിന്നെ അത് മാത്രമല്ല, ഇനി നിങ്ങളുടെ മകന് പോകുകയാണെങ്കിൽ പോകാം. ഫുഡ് വാങ്ങണ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചാൽ പോരെ? അതെല്ലാം ഞാൻ സെറ്റാക്കി തരാം. നിങ്ങൾക്കും മരുമകൾക്കുള്ളത് അതൊക്കെ സെറ്റാക്കാനാണോ പണി? അവിടെ റൂമിൽ കൊടുത്താൽ പോരെ ഫുഡൊക്കെ? മകന് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് നിങ്ങൾ സമ്മതം കൊടുത്തോളൂ. ഉമ്മാക്ക് സന്തോഷമായി. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാഫിയ ഉസ്താദ് അതാ ഐസിയുവിലേക്ക് വരുന്നു. മോനെ, ഉമ്മ എന്തോ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് പറയുന്നുണ്ട്. മോനെ, പിന്നെ മോൻ എന്നാലേ ഉംറക്ക് പോയിക്കോട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഡോക്ടറോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലോ ആദ്യം മുതൽ തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അത് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. പേഷ്യൻറ്റിനെ നമ്മൾ അത്ര ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മോന് വേണമെങ്കിൽ ഇനി പോവാം. വെറുതെ എന്തിനാ അമീർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണേ? എന്തായാലും നിൻ്റെ ജോലി അതല്ലേ. വെറുതെ ഇങ്ങനെ ഇവിടെ ഡോക്ടറിന് എന്നോട് പറഞ്ഞു ശരിക്കും. പിന്നെ മോനെ, അത് മാത്രമല്ല, ഡോക്ടർ ഒപ്പമുള്ളൊരാളുണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹോണറാന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റപ്പാക്കി തരും. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അസുഖം പൂർണ്ണമായി മാറിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. അല്ലാതെ വീട്ടിൽ വെറുതെ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. പിന്നെ എന്താവശ്യം വേണമെങ്കിലും നമ്മളുണ്ട് ഹെൽപ്പിന്. നമ്മളെ സിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ലൈന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഒരാൾ ശരിക്കും നിന്നാൽ മതി ഹോസ്പിറ്റലിൽ. പിന്നെ നിങ്ങളുടെ മകന് വേണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാം, അതിലൊന്നും വിഷയമല്ല. അല്ലാതെ വെറുതെ ഇങ്ങനെ ഡ്യൂട്ടി ഒന്നും ഒഴിവാക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. മോനെ, നല്ലൊരാൾ, എന്തോ ഒരു സ്നേഹം വർത്താനെന്നോ, നല്ല രീതിയിൽ ഉപ്പാൻ്റെ കാര്യത്തിലൊക്കെ വന്ന് നോക്കൂ ഇടയ്ക്ക്. ഉമ്മ, അതാരാണ്? ഞാനിതുവരെ കണ്ടില്ലല്ലോ. മോനെ, അത് കുറച്ച് നേരത്തെ വന്ന് പോയി, എപ്പോഴൊന്നും വരില്ല, വല്ലപ്പോഴൊക്കെ വരും. ഉമ്മ, എങ്കിലും ഞാൻ എത്രയോ സമയത്ത് ഇവിടെ ICUവിൽ നിന്നിട്ടുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ട് തന്നെയില്ല. ആരാണ് അയാൾ? ഞാനില്ലാത്ത സമയത്ത് മാത്രമാണല്ലോ അയാൾ വരുന്നത്. മോനെ, തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒരാളെയും. നമ്മളിപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മോട് സ്നേഹം തോന്നുന്നവരോട് നമുക്കൊരു ബഹുമാനം തോന്നുമല്ലോ. നമ്മളോട് നല്ല സ്നേഹമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനെന്താ കുഴപ്പമില്ല. മകനെ ജോലി ഒഴിവാക്കുന്നത് വെറുതെ ഒഴിവാക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ജോലിക്ക് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു മകനെന്താ ജോലി എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഉംറ സർവീസും പള്ളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉംറൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ അവനെ പോകാതെ നിൽക്കുകയാണ് ഉപ്പാനെ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ, അവർ പറയണേ എന്തിനെ? ഉപ്പ ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുകയാണ്. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ മോന് വേണമെങ്കിൽ പോയിക്കോ. അദ്ദേഹം അത്രക്കും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയില്ല. മോന് ധൈര്യമായിട്ട് പോയിക്കോ കേട്ടോ. ഉംറക്ക് നൂർ ഫാത്തിമയും ഞാനും ഇവിടെ നിന്നോളാം. അപ്പോൾ നാഫിയ ഉസ്താദ് ഉമ്മയോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളല്ലേ പറഞ്ഞത് നൂർ ഫാത്തിമയെ അറബി ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അവളെ കൂട്ടി ഞാൻ പോവട്ടെ? മോനെ, അതിന് സമയമായിട്ടില്ലടാ. അപ്പോൾ ഉമ്മയല്ലേ പറഞ്ഞത് അവൾ പോയിക്കോട്ടെ എന്ന്? മോനെ, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ?
നിങ്ങൾ 2 ദിവസമായിട്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴേ എനിക്കത് സഹിച്ചില്ല. എനിക്കത് സഹിക്കാത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നൂർ ഫാത്തിമയ്ക്ക് വിഷമം വരാൻ പാടില്ലല്ലോ ഈ സമയത്ത്. അവളെ അറബിയമ്മയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ മനസ്സിലെന്തോ വെച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. ആ ഉമ്മ, ഞാൻ അവളെ അറബിയമ്മയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. അവളിനി അവിടെ നിന്നോട്ടെ അല്ലേ? മോനെ, അത് ആയിട്ടില്ലല്ലോ. 5 മാസമല്ലേ? ഇനിയും 2 മാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുവരേക്കും എനിക്ക് അവളെ കാണാതിരിക്കാനേ കഴിയില്ലടാ. സത്യമായിട്ടും ഒരു 4 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാലോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവളിപ്പോൾ തന്നെ വിടാൻ തോന്നുന്നില്ല. സത്യമായിട്ടും ഞാൻ നിന്നോട് ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് അവൾ പോയിക്കോട്ടെ എന്നൊക്കെ, അല്ലാതെ ഒരിക്കലും ഞാൻ അവളെ വിടാൻ വിചാരിച്ചിട്ടില്ല. മോനെ പോയിക്കോ അവളുടെ അടുത്തേക്ക്. ഉമ്മ, ഇനി ഞാനിവിടെ കുറച്ച് നിൽക്കാം, ഉമ്മ പോയിക്കോളും. അല്ല മോൻ ചെല്ലേ. ഉമ്മ അതാ വീണ്ടും നാഫി ഉസ്താദിനെ റൂമിലേക്ക് തന്നെ പറഞ്ഞേക്കുന്നു. പക്ഷേ നൂർ ഫാത്തിമയുടെയും ഉസ്താദിൻ്റെയും ആ ഒരു സൗന്ദര്യ പിണക്കം അത് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഉസ്താദിന് എന്തൊക്കെയോ ഒരു മനസ്സിലൊരു വേദനയുണ്ട്, പരിഭവമുണ്ട്. ഒന്നുകൊണ്ടുമല്ല, തൻ്റെ നൂർ ഫാത്തിമ തന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് ആ സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് മാത്രം. അവൾ പറഞ്ഞത് വീണ്ടും ഉസ്താദ് ഓർത്തു. അതേ, നിങ്ങളുടെ വൈഫിൻ്റെ ഫോണൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് നോക്കുകൊണ്ടിട്ടോ. അതുകൂടി കേട്ടപ്പോൾ ഉസ്താദിന് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ അവളെ അങ്ങനെ ചിന്തിക്കില്ല, അവൾ എന്നെ ചതിക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്തോ ഒരു ചതി ഉണ്ട്, അത് അവൾ എന്നോട് പറയാൻ മടിക്കുന്നുണ്ട്. ഒരിക്കലും അവൾ തെറ്റായ രീതിയിലൊന്നും ചിന്തിക്കില്ല, അതെനിക്കറിയാം. പക്ഷേ അവളെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവൾക്കുണ്ട് എന്ന കാര്യമതാ ഉസ്താദ് മനസ്സിലാക്കുന്നു. നൂർ ഫാത്തിമ കുളിക്കുകയാണ്. അവളുടെ ഫോണിലേക്ക് ആരോ റിങ് ചെയ്യുന്നു. ഉസ്താദ് അതാ എടുക്കുന്നു. ആരാണാവോ? വീട്ടിൽ നിന്നാണോ? അവളെ പേരൊന്നും കാണുന്നില്ല. നമ്പറാണല്ലോ. അവളുടെ വീട്ടിൽ നിന്ന് പപ്പയോ മമ്മയോ ആരാണാവോ? നൂർമോളെ, കുളി കഴിഞ്ഞോ? ഉസ്താദ് വാതിൽ മുട്ടി വിളിക്കുന്നു. അപ്പോഴേക്കും ഫോൺ കട്ടായി. വീണ്ടും അതാ വിളിക്കുന്നു. ഉസ്താദ് ഫോൺ എടുത്തില്ല. വേണ്ട, അവളുടെ പപ്പയോ മമ്മയൊക്കെ ആണെങ്കിൽ ഞാനെടുത്താൽ അത് വേണ്ട. നൂർമോളെ, ഇതാ നിൻ്റെ ഫോണ് അടിക്കുന്നു. 2ാമത്തെ പ്രാവശ്യമാണ്. ഇക്ക, അതൊന്ന് എടുത്തു നോക്കൂ. ഉസ്താദ് അതാ ഫോൺ. ഹലോ. ഉസ്താദിൻ്റെ ആ ശബ്ദം കേട്ട ഉടനെ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. ഹേ, കട്ടായി പോയല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നൂർ ഫാത്തിമ അതാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. ഇക്ക ആരായിരുന്നു? അറിയില്ല, ഒരറിയാത്ത നമ്പറാണ്. ഞാനെടുത്തപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഫോൺ കട്ടാക്കി. ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പടച്ചോനെ, വീണ്ടും അവൻ കളി തുടങ്ങിയോ? ഇനിയും ഇത് മറച്ചു വെക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. നൂർ ഫാത്തിമയുടെ മുഖം വിളറി വെളുത്തത് കണ്ട് ഉസ്താദ് ചോദിച്ചു, എന്തു പറ്റി? എന്താ, ആരെ വിളിച്ചത്? അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അവളാകെ വിറക്കുകയാണ്. എന്തു പറ്റി നൂർ ഫാത്തിമ? ആരെ വിളിച്ചത്? നോക്കട്ടെ. ആ ഫോൺ ഉസ്താദ് വാങ്ങി. അതേ നമ്പറിൽ നിന്ന് ഒരുപാട് മിസ് കോളുകൾ വന്നു കിടക്കുന്നുണ്ട്. അതെല്ലാം ഉസ്താദ് നോക്കിക്കണ്ടു. അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. നൂർ ഫാത്തിമ, ആരാണിത്? ആരുടെ നമ്പറാണിത്? ഒരുപാട് വന്നിട്ടുണ്ടല്ലോ മിസ് കോള്. റിസീവ്ഡ് കോൾസ് ചുരുക്കമാണ്, പക്ഷേ ഒരുപാട് മിസ്ഡ് കോൾ വന്നിട്ടുണ്ട്. നാഫിക്ക, അത് പറയൂ, ആരാണിത്? നിൻ്റെ ഫോണിലേക്ക് ഈ ഒരു നമ്പറിൽ നിന്ന് ഇത്രയധികം മെസ്സേജ്. നോക്കട്ടെ, വാട്സപ്പ് ഓൺ ചെയ്യുന്നേ. ഉസ്താദ് വാട്സപ്പ് നോക്കി. അതേ നമ്പറിൽ ഉള്ളത് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ചിട്ടുമുണ്ട്. നൂർ ഫാത്തിമയുടെ മെസ്സേജൊന്നും കാണുന്നുമില്ല. നൂർ ഫാത്തിമ, അപ്പോൾ ഞാൻ ഊഹിച്ചതൊക്കെ ശരിയായി അല്ലേ? നിനക്ക് എങ്ങനെ തോന്നി എന്നോടിത്? നാഫിക്ക, പ്ലീസ്. ഹേയ്, ഒരിക്കലുമില്ല, അതൊന്നുമല്ല അതിൻ്റേതായ ശരി. നൂർ ഫാത്തിമ, നീ എന്നോടെന്നോ എന്തോ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു.
അതെല്ലാം ഇപ്പോൾ എനിക്ക് ബോധ്യമാവുകയാണ്. ആ സിസ്റ്റർ പറഞ്ഞ ആ കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നു ഫോണൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിൻ്റെ നാഫിക്ക പ്ലീസ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഞാനത് നോക്കിയില്ല. നിന്നെ എനിക്ക് അത്രയ്ക്കും വിശ്വാസമായിരുന്നു. ഹേയ്, ഒരിക്കലും ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ നമ്പേഴ്സൊക്കെ ഇതാരുടേതാണ്? നീ എന്താ എന്നോട് ഇതുവരെ ഇതൊന്നും പറയാതിരുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തന്നിരുന്നു, അത്രക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ നീ മറ്റൊരാളെ... നാഫിക്ക പ്ലീസ്, ഒന്നും പറയരുത്. ഹേ ഇല്ല, ഒരിക്കലും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് പേടി കൊണ്ടാണ്. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നൂർ ഫാത്തിമ, എങ്കിലും നിനക്ക് എങ്ങനെ എന്നോടിത്? നിന്നെ അത്രക്കും സ്നേഹിച്ച് നിന്നെ ഞാൻ സ്വന്തമാക്കിയിട്ട് നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചു. ഒരിക്കലും ഞാൻ കരുതിയില്ല നീ എന്നെ... ഉസ്താദിൻ്റെ കണ്ണിൽ നിന്ന് ചുടു കണ്ണീർ ഒഴുകി. നാഫിക്ക പ്ലീസ്, ഞാനൊരിക്കലും അങ്ങേ ചതിച്ചിട്ടില്ല. പ്ലീസ്. വേണ്ട നൂർ ഫാത്തിമ, ഒന്നും പറയണ്ട, ഞാൻ പോയിക്കോളാം. നിൻ്റെ ജീവിതം നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നീ എന്നെ എന്തിനാണിങ്ങനെ എന്നോട്... നിനക്കെങ്ങനെ... പിടക്കുന്ന ഹൃദയവുമായി, വിതുമ്പുന്ന ചുണ്ടുകളുമായി, നിറയുന്ന കണ്ണുകളുമായി അതാ ഉസ്താദ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഒരിക്കൽ കൂടി നൂർ ഫാത്തിമയെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് ഉസ്താദ് പൊട്ടി പൊട്ടി കരഞ്ഞു. പഠിച്ചോനെ, എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു പരീക്ഷണം നീ തന്നത്? ഞാൻ എൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനെ മറ്റാരോ വിളിക്കുന്നു. പക്ഷേ അവൾ എന്നോടൊന്നും പറയുന്നില്ല, എല്ലാം മറച്ചു വെച്ചു. ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളെ ഇന്ന് വരെ ഞാൻ വിശ്വസിച്ചതാണ്. ആ സിസ്റ്ററൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴും ഒരിക്കലും ഞാൻ അവളെ തെറ്റിദ്ധരിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ കട്ടാക്കിയ ആ ഒരു കോൾ, അതിൽ നിന്ന് വന്ന മിസ്ഡ് കോൾസ്, അതിൽ നിന്ന് വന്ന മെസ്സേജുകൾ, എന്താണ് ഏതാണ് എന്നൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. എന്നോട് ഇഷ്ടമുള്ളവളാണെങ്കിൽ അവൾ എപ്പോഴും അത് പറയുമായിരുന്നു. പക്ഷേ അവൾ എന്തിനത് മറച്ചു വെച്ചു? നൂർ ഫാത്തിമ വാതിൽ തുറന്നുകൊണ്ട് അതാ പുറത്തേക്ക് വരുന്നു. നാഫിക്ക പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ഉസ്താദിന് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഹേയ്, എന്തിന്? ഞാൻ നിൻ്റെ ആരാ? നിനക്ക് മറ്റൊരു ഉണ്ടല്ലേ ഞാനല്ലാതെ? ഇല്ല നാഫിക്ക, നാഫിക്കക്ക് ഒരു അപകടവും പറ്റരുത് എന്ന് കരുതിയിട്ടാണ് ഞാനെല്ലാം മറച്ചു വെച്ചത്. എനിക്കെൻ്റെ നാഫി ഉസ്താദ് മാത്രമേ ഉള്ളൂ, മറ്റൊരാളും ഇല്ല. സത്യമായിട്ടും. എന്തൊക്കെയോ നൂർ ഫാത്തിമ നീ പറയുന്നത്? അപകടം പറ്റുമെന്ന് കരുതി മറച്ചു വെക്കേ? എന്തിനാണ്? ആർക്കാണ് മരണത്തെ പേടി? എനിക്ക് പേടിയില്ല. അല്ലെങ്കിലും പടച്ചവൻ്റെ അടുത്തേക്ക് പോകാൻ എന്തിനു പേടിക്കണം? സാറില്ല, ഇത്രയും കാലം അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾക്ക് സാധിപ്പിച്ചു തന്നല്ലോ. പക്ഷേ ഒരിക്കലും ഞാൻ... നാഫിക്ക പ്ലീസ്, എന്നെ നിങ്ങളൊന്ന് പറയാൻ സമ്മതിക്കോ? എന്തിന്? എത്ര വട്ടം ഞാൻ നിന്നോട് ചോദിച്ചു, ഒരു വാക്ക് നീ പറഞ്ഞോ? ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. എനിക്കെന്തേ പറ്റേ? എന്ത് പറ്റാൻ? സാധാരണയായി ഭാര്യമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം പ്രയാസങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണെങ്കിൽ അത് പറയണ്ടേ? ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാരാണെങ്കിൽ അത് പറയൂലേ? നാഫിക്ക, ഞാൻ പറയുമായിരുന്നു, പക്ഷേ ഇതെനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ആ, നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? ശരിയാണ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നൂർ ഫാത്തിമ, ഇല്ല, ഇനി ഞാൻ നിനക്കൊരു ശല്യമായി വരുന്നില്ല. അല്ലെങ്കിലും സ്നേഹം ഒരാളോട് ചോദിച്ചാൽ കിട്ടില്ലല്ലോ, അവർക്ക് തോന്നണമല്ലോ. എങ്കിലല്ലേ ഞാൻ എനിക്കുള്ള സ്നേഹമെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. ആ സിസ്റ്ററൊക്കെ എന്നെ അത്രക്കും ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് പോലും ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ എനിക്കെൻ്റെ നൂർ ഫാത്തിമയുണ്ടല്ലോ അല്ലാ
എന്ന് മാത്രം മനസ്സിൽ ഉറപ്പിച്ച് കഴിയുന്ന ആളാണ് ഞാൻ. ഒരിക്കലും തെറ്റായ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ നീ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് നാഫിക്ക. ഇല്ല, ഒരിക്കലും ഞാൻ മറച്ചു വെക്കില്ല. നൂർ ഫാത്തിമയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. ഉസ്താദ് പറയുന്നു, അകത്തേക്ക് പോയി വാതിലടിച്ചോളൂ, ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ്. നാഫി ഉസ്താദ് തിരിഞ്ഞു നോക്കാതെ നടന്നു. നൂർ ഫാത്തിമ പൊട്ടി പൊട്ടി കരഞ്ഞു. പഠിച്ചോനെ, അയാൾക്ക് വിളിക്കാൻ കണ്ടൊരു സമയം, അയാൾ എന്തിനാണ് ഈ ഒരു സമയത്ത് വിളിച്ചത്? എന്ത് കാര്യത്തിനാണ് എന്നെ അയാൾ ശല്യം ചെയ്യുന്നത്? നിന്റെ ഇക്കയോടെങ്ങാനും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാണാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പേടിച്ചത് കൊണ്ട് മാത്രമാണ് പഠിച്ചോനെ ഞാൻ ഒന്നും ഇക്കയോട് പറയാതിരുന്നത്. എനിക്കെൻ്റെ നാഫി ഉസ്താദിനെ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് മതി. അല്ലാത്തൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാ, ജീവിതം ഹയറാണെങ്കിൽ അതെൻ്റെ ഭർത്താവ് നാഫി ഉസ്താദിനോടൊപ്പം മാത്രം, അല്ലാതെ ഒരിക്കലും മറ്റൊരു ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നൂർ ഫാത്തിമ മുഖം പൊത്തി കരയുകയാണ്. ഹൃദയം പൊട്ടി കരയുന്നു. പഠിച്ച റബ്ബേ, എൻ്റെ കുഞ്ഞ്. അവൾ വയറ്റിൽ കൈവച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, എൻ്റെ നിരപരാധിത്വം നീ തെളിയിച്ചു തരണം. അല്ലാതെ എനിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇനിയും ഞാനിവിടെ തുടരുകയാണെങ്കിൽ ഉറപ്പാണ് എന്നെ ഉസ്താദ് വീണ്ടും വീണ്ടും തെറ്റിദ്ധരിക്കാൻ ചാൻസ് വരും. ഈ ഫോൺ തന്നെ എനിക്ക് വേണ്ട, എല്ലാം ഉപേക്ഷിക്കാണ്. എനിക്ക് വേണ്ട ഒന്നും. പടച്ച റബ്ബേ, ഇനി ഞാൻ ഫോൺ തൊടില്ല. അവളതാ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നു. ഈ ഒരു ഫോൺ കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ട്, അതെ, ഇനി ഞാൻ ഒന്നിനുമില്ല. അറബിയമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ് നല്ലത്. അവിടെ ജീവിക്കാം. അല്ലാതെ ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറും എന്നെനിക്കറിയുന്നില്ല. ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ എൻ്റെ നാഫി ഉസ്താദിന് അതൊരു അപകടവുമാവും. എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്കും അപകടം ഉണ്ടാവാൻ പാടില്ല, ഒരാൾക്കും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, ഒന്നും പാടില്ല. എൻ്റെ കാരണം കൊണ്ട് അറബിയമ്മയെ വിളിച്ച് പോകാം, അതായിരിക്കും നല്ലത്. നൂർ ഫാത്തിമ പൊട്ടി പൊട്ടി കരയുകയാണ്. ഉസ്താദ് അതാ ഐസിയുയിലേക്ക്. ഉമ്മ പറഞ്ഞു, മോനെ, നീ എന്താ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത്? കണ്ണുകളാകെ ചുവന്നിരിക്കുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴുന്നു. കവിളുകൾ ആകെ ചുവന്നു തുടുത്തിരിക്കുന്നു. നാഫി മോൻ, എന്തു പറ്റി വീണ്ടും? ഉമ്മ, ഞാൻ പോവാണ്. മോനെ, എങ്ങോട്ട്? ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഇനി എന്താ ഞാനിവിടെ നിന്നിട്ട്? എന്തു പറ്റി മോനെ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനാണോ? ആ, അതെ, അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോൻ പോയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമാണ്. നൂർ ഫാത്തിമയുടെ അടുക്കൽ ആരും ഉണ്ടാവില്ലല്ലോ. ഉമ്മ, ഇനി അവൾക്ക് എൻ്റെ ആവശ്യമില്ല. ഇനി ഒരിക്കലും നൂർ ഫാത്തിമയ്ക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഉസ്താദ് അതാ ഉമ്മയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി കരയുന്നു. ഹേയ് മോനെ, നാഫി മോൻ, എന്താടാ? പടച്ച റബ്ബേ, നൂർ ഫാത്തിമയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? മോനെ, അവളെവിടെ? അവിടെ ഉണ്ട്, റൂമിൽ. ഉമ്മ, ഞാൻ പോവുകയാണ് എൻ്റെ ജോലി സ്ഥലത്തേക്ക്. ഇവിടെ നിന്നാൽ എനിക്ക് എൻ്റെ പൊന്നു മോനെ നൂർ ഫാത്തിമ, അവളോട് നീ പറഞ്ഞില്ലേ? ഉമ്മ, അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താടാ, എന്താ പ്രശ്നം? തുറന്ന് പറ, എല്ലാം പറ തുറന്ന്. എന്തു പറ്റി? ഉമ്മ ഉസ്താദിനെ അതാ നിർബന്ധിക്കുന്നു.